ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിന്റെ സ്നേഹത്തിൻ്റെ പവിത്രത ഞാൻ തിരിച്ചറിയുന്നു. അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് തിരിച്ചറിയുന്നുണ്ടോ, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ നിലപാട് എങ്ങനെയാണ്, എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ചിന്താഗതി എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ പോകാം. ഓക്കെ, ഈ പേഴ്സൻ്റെ ആണ് നോക്കിയിട്ടുള്ളത്. നമുക്ക് ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് പോകുമ്പം ഇറ്റ് വാസ് ലൈക്ക് യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേഴ്സൺ അത് മനസ്സിലായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണിക്കുന്നത്. അതായത് നിങ്ങൾ എത്രത്തോളമാണോ ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത്, ആ സ്നേഹിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ ആ സ്നേഹിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്കത് തിരിച്ചറിയുവാനോ, നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന സമയങ്ങളിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുവാനോ, നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് വേറെ പല കാര്യങ്ങളിൽ തിരക്കിലായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ആൾക്കാരും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായപ്പോൾ മുതൽ തൊട്ട് തന്നെ വളരെയധികം എന്താ പറയുക, ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറിറ്റേറ്റഡ് ആകാന്ന് പറഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ പേഴ്സൺ മറ്റുള്ളവർ കാരണം, മറ്റുള്ള ആൾക്കാർ കാരണം അങ്ങനെ ഇറിറ്റേറ്റഡ് ആകുന്ന ഒരു വ്യക്തിയുമല്ല. മറ്റുള്ളവർ എത്രത്തോളം വിചാരിച്ചാൽ പോലും ഈ പേഴ്സണെ തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരൊക്കെ വന്നാലും പോയാലും നിന്നാലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒന്നുമില്ല. ഓക്കെ, അതായത് നമ്മൾ പറയില്ല കരിങ്കല്ല് മനസ്സാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ള സ്നേഹമെന്നും, നിങ്ങൾ എപ്പോഴും എന്താ പറയുക, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആൾക്കാരാണെന്നും, നിങ്ങളുടെ സ്നേഹം അത്രയും പവിത്രത നിറഞ്ഞതായിരുന്നു എന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ടു ദ സീ ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. നമ്പർ 7 ആണ്. വളരെയധികം സ്പിരിച്വൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു നമ്പർ കൂടിയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാൻ പറ്റും ഈ ഒരു കടലിൽ ചെറിയൊരു ബോട്ട്, ചെറിയൊരു വഞ്ചിയോ സംതിങ് ഉണ്ട്, അതിലൊരു പെൺകുട്ടി ഇരിക്കുകയാണ്. ബട്ട് ഷീ ഈസ് വെരി സാഡ്. സന്തോഷത്തിലൊന്നുമല്ല, അതായത് ഹാപ്പി അല്ല, വളരെ സങ്കടത്തിലാണ്. അപ്പോൾ അത് ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ഒറ്റപ്പെടൽ എന്താണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സിലാക്കേണ്ടി വന്ന സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോഴാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോഴാണ് ഈ പേഴ്സൺ ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സിലാകുന്നതും, ചിലപ്പോൾ ആദ്യമായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ, വിഷമിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ നോക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവ് സിഗ്നലാണ്. കാരണം നിങ്ങളുടെ സാന്നിധ്യം കാരണം ഈ വ്യക്തി അത്രയും അധികം പോസിറ്റിവിറ്റിയിലേക്ക് പോകാതെ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഡിവൈൻ ഹീലിംഗ് ആണ്. ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം സെൻസിറ്റിവിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സങ്കടം വരിക, പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു വിഷമം പിടിച്ചു നിർത്താനായിട്ട് സാധിക്കാതെ വരിക, പെട്ടെന്ന് തന്നെ വിഷമം വരിക, മനസ്സ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മനസ്സ് വേദനിക്കുക, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ
വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള മനസ്സാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനും ക്ഷമിക്കാനും പറ്റാവുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് അതിനെ മറികടക്കാനും അത് മറന്നു കളയുവാനും ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ യഥാർത്ഥ എനർജി വീണ്ടെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അതിന് പലപ്പോഴും സാധിക്കുന്നില്ല, പരാജയപ്പെട്ടു പോകുന്നുണ്ട്. എങ്കിൽ പോലും ഈ വ്യക്തി അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, റീട്രീറ്റ് ചെയ്യുന്നുണ്ട്, റീചാർജ് ചെയ്യുന്നുണ്ട്, ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ സാന്നിധ്യം തേടുന്നുണ്ട്. അതായത് ഇപ്പം മറ്റുള്ള കൂട്ടുകാരിൽ നിന്നും ഒരു സമാധാനം കിട്ടാനും അവരിൽ നിന്നും ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ ഒരുപക്ഷെ ഈ പേഴ്സണോട് അടുപ്പം കാണിക്കുന്നില്ലായിരിക്കാം. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. യെസ്, ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ശത്രുദോഷം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ശത്രുദോഷമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ഒരു നെഗറ്റിവിറ്റി കണ്ടുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു നെഗറ്റിവിറ്റി തോന്നിക്കുക, നിങ്ങൾ പറയുന്നത് നുണയാണെന്നും അതിലൊരു കഴമ്പില്ല എന്നും ഈ പേഴ്സൺ പറയുന്നതാണ് സത്യം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നും ആ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അടുത്തുള്ളവരായിരുന്നു എന്നും ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നിങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞിരുന്ന ആ ഒരു സമയത്തൊക്കെ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. ഈ വ്യക്തി അത് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ചെയ്തിട്ടില്ലായിരിക്കാം. കാരണം നിങ്ങൾ പറയുന്നത് നുണയാണെന്നും വിഡ്ഢിത്തരമാണെന്നും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ താല്പര്യമില്ല എന്നുമൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നും ഇവിടെ ശത്രുക്കൾ ഏതാണ്, നല്ലവരേതാണ്, ചീത്തവരേതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ ആ ഒരു ശത്രുക്കളിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതിന് പലപ്പോഴും സാധിക്കുന്നില്ല, പക്ഷെ എങ്കിൽ പോലും ശ്രമിക്കുന്നുണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ബൗണ്ടറീസ് ആണ്. ഇവിടെ തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും വലിയ അവഗണനയും അകൽച്ചയും തന്നെയാണ്. ഈ പേഴ്സൺ, അതായത് തേർഡ് പാർട്ടി പല രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തപ്പോൾ പല രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തപ്പോൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ശക്തമായിട്ടുള്ള അതിരുകൾ രൂപപ്പെട്ടു എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ദിവസവും കാണുകയും സംസാരിക്കുകയും അല്ലെങ്കിൽ ഫോണിൽ കൂടി ആണെങ്കിലും ചാറ്റ് ചെയ്യുകയും അൺലിമിറ്റഡ് ആയിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവിടെ നിങ്ങൾക്കിടയിൽ ഒരു അതിർവരമ്പുകൾ രൂപപ്പെട്ടു എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ അകൽച്ചകൾ വന്നു. ഫ്രീ ആയിട്ട് സംസാരിച്ചിരുന്ന നിങ്ങൾ രണ്ടുപേരും പിന്നീട് അങ്ങോട്ട് ഒരുമിച്ച് സംസാരിക്കാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാത്ത ഒരവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബൗണ്ടറീസ് പോലും കൊണ്ടുവന്നിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. പക്ഷെ അത് നിങ്ങളോ ഈ വ്യക്തിയോ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദയനീയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള, ഒരുമിച്ച് ചെലവഴിച്ചിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാം. ഒരുമിച്ച് സിനിമക്ക് പോകാം, പാർക്കിലോ ബീച്ചിലോ പോകാം, ഒരുമിച്ചിരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ എത്ര തിരക്കാണെങ്കിലും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. ടൂറ് പോകുന്ന രീതി ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെയധികം മാറി അവിടെ ഒരു ബൗണ്ടറി രൂപപ്പെടുകയും അതിലൂടെ നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി വന്നു ചേർന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ഈ വ്യക്തിക്ക് താങ്ങാനാകുന്നില്ല. മനസ്സിലായോ? കാരണം നിങ്ങളിലൂടെ ഈ പേഴ്സണ് എന്ത് വന്നാലും ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരണം. ഈ പേഴ്സന്റെ പഴയ ജീവിതത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വേണം എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല, കോംപ്രമൈസും ഇല്ല. കാരണം ഈ പേഴ്സൺ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതാണ് സത്യം എന്ന് തന്നെയാണ് ഈ വ്യക്തി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ദ ക്യൂൻ ഓഫ് റോസസ്. വാവ്, ഇവിടെ സ്ത്രീകൾ ഭയങ്കരമായിട്ട് ഈ പേഴ്സന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഉപയോഗിക്കുന്ന പെർഫ്യൂം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ കൈമാറിയിട്ടുള്ള ധാരാളം സമ്മാനങ്ങളായിരിക്കാം. അതൊക്കെ നിങ്ങൾ എടുത്തു നോക്കുന്നുണ്ടാകാം. ഇപ്പൊ സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ക്യൂൻ ഓഫ് റോസസ് വന്ന കാരണമാണ് നമ്മൾ ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞത്. പക്ഷെ പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഈ പേഴ്സന്റെ ഓർമ്മകളിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള സമ്മാനങ്ങൾ, മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, ഈ വ്യക്തി ഉപയോഗിക്കുന്ന പെർഫ്യൂം, ഈ വ്യക്തി ഉപയോഗിക്കുന്ന സംസാര രീതികൾ, ഇതൊക്കെ നിങ്ങൾക്ക് വൈബ് ചെയ്യാനായിട്ട്, അത് അനുഭവിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. ഓക്കെ, പുരുഷന്മാരല്ല എന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് സ്ത്രീകളാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് ജോലി തിരക്കുള്ള ആൾക്കാരായിരിക്കാം, പഠിക്കുന്നവരായിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുകയാണെങ്കിലും ഈ വ്യക്തിനെ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നേരിൽ കണ്ടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ സ്ത്രീകൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സണും അതുപോലെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു എനർജി അങ്ങനെയാണ് കാണിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് കാർഡ് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇത് മുഴുവനും കാണിക്കാൻ പറ്റില്ല. യു ഹാവ് ലേൺ ഓൾ യുവർ സ്ട്രൈപ്സ് എന്നാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഒരു ഫെയറി ടെയിൽസിലായിരുന്നു. ഫെയറി ടെയിൽസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒരു മാന്ത്രിക കഥകൾ, അല്ലെങ്കിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഇമാജിനേഷൻ, അങ്ങനത്തെ ഒരു വേൾഡിലായിരുന്നു ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വപ്നലോകത്ത് നടക്കുന്നതായതുകൊണ്ടും ഈ പേഴ്സൺ അത്രയും കാര്യങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടും ഒരുപാട് പാളിച്ചകൾ ഈ റിലേഷൻഷിപ്പിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ പേഴ്സന്റെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് തന്നെയാണ്. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കായിരിക്കാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാകുന്നത്, മറ്റുള്ളവരെ ആയിരിക്കാം കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ ഈ പേഴ്സണ് നെഗറ്റീവായിട്ട് വന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തിരിച്ചടി കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലായി വരുന്നു എന്നാണ് കാണിക്കുന്നത്. യെസ്, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലും, നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ പറയുന്നത് പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അറിവാണ്. അറിവെന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ഒരു ജ്ഞാനമാണ്. അതായത് ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ ലൈഫ് പർപ്പസ് എന്താണോ അതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ മോശപ്പെട്ട കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തീർത്തു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത് തീരുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടുള്ളൊരു ജീവിതത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലൂടെ ഈ വ്യക്തിക്ക് ധാരാളം സന്തോഷം ലഭിച്ചിട്ടുണ്ട്, സോൾ ഹീലിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവുകളും, നിങ്ങളായിട്ടുള്ള കണക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് അറിവുകളും ഒരുപാട് ഹീലിംഗ് ആയിട്ടാണ് ഈ പേഴ്സൺ അതിനെ നോക്കി കാണുന്നത്. യെസ്, 1111 ഏഞ്ചൽ നമ്പർ, ബ്രേക്കപ്പ്. യെസ്, ചിലപ്പോൾ ബ്രേക്കപ്പിലായിരിക്കാം. 535 ഏഞ്ചൽ നമ്പർ 33, 2008 ഓഗസ്റ്റ്, മകം നാള്, ലെറ്റർ O, വെഡിങ് ഒക്കേഷൻ ഫോർഹെഡ്, അതുപോലെ ഡിസംബർ. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.